രാവണപ്രഭു റീ റിലീസിന് ഒരുങ്ങുന്നു. 200ഓളം കേന്ദ്രങ്ങൾ ഫാൻ ഷോ ഉൾപ്പെടെ തകർത്ത് കൊണ്ടാടാൻ പോവുകയാണ്. 4Kയിലെ നല്ല ക്ലാരിറ്റിയിൽ വരുന്ന പ്രിന്റുകൾ. എന്തായാലും മലയാളികൾ ഒരുപാട് ഏറ്റെടുത്തൊരു സിനിമയാണ് രാവണപ്രഭു. ഒരേ സമയം നമ്മുടെയൊക്കെ കുട്ടികൾ ഒരേ സമയത്ത് രാക്ഷസ രാജാവ്, രാവണപ്രഭു, രാക്ഷസ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദം ഉണ്ടായതിൽ ടോപ്പ് ആയിരുന്നു ആ വർഷത്തെ രാവണപ്രഭുവിന്റെ വിജയം. ഹിറ്റ് മേക്കറായിട്ടുള്ള തിരക്കഥാകൃത്ത് രഞ്ജിത്ത് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ 2001 ഈ സിനിമ റിലീസ് ചെയ്തത്. ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള സീനുകളുള്ള, സവാരിഗിരി പോലെ ഇഷ്ടം പോലെ പേര് പറഞ്ഞു നടന്ന സീനുകളുള്ള, അതുപോലെ തന്നെ ഗംഭീര പാട്ടുകളുള്ള, അടിപൊളി മെലഡിക്ക് മെലഡി, ജയേന്ദ്രൻ പാടിയ മെലഡി ആയിട്ടുള്ള പാട്ട്, അറിയാതെ എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ ഹിറ്റ് നമ്പറുകൾ, അതുപോലെ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ഉള്ള പാട്ട്, അതുപോലെ തന്നെ ആക്ഷൻ കിടിലൻ, പ്രത്യേകിച്ച് സിദ്ദിഖായിട്ടുള്ള ഹൈവേയിൽ നടക്കുന്ന സ്റ്റണ്ടൊക്കെ ഓർമ്മിക്കുന്ന ഗംഭീര സീക്വൻസുകളുള്ളൊരു സിനിമ. ഇമോഷനിലും ഒപ്പം തന്നെ ഫാൻസിന് അർമാദിക്കാനും ഒക്കെയുള്ള ഫുൾ ഇമോഷൻസ് എല്ലാം വന്നേക്കുന്ന സിനിമ. ഈ സിനിമ റീ റിലീസ് ചെയ്യുമ്പം എനിക്കൊന്ന് മോഹൻലാലിൻ്റെ അല്ല മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന റീ റിലീസ് സിനിമ ഒരുപക്ഷെ രാവണപ്രഭു ആയിരിക്കും.